പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വന്തമായി കൃഷി ചെയ്ത് വിളവെടുക്കുമ്പോഴുള്ള സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. കുറച്ച് സമയം അതിനുവേണ്ടി നീക്കി വെച്ചാൽ വിഷമില്ലാത്ത പച്ചക്കറി നമുക്കും കിട്ടും. കൃഷിയിൽ നമ്മുടെ പരിശ്രമമുണ്ടെങ്കിൽ തീർച്ചയായും ഓരോ ചെടിയും നമുക്ക് വിളവ് തരും. അത് കൂടുതൽ പച്ചക്കറി ഉണ്ടാക്കാൻ ഒരു പ്രചോദനം തന്നെയാണ്. നമ്മളൊരു മുളക് തൈ നട്ട് അതിലൊരു മുളക് ആദ്യമായി കിട്ടുന്നത് തന്നെ ഒരു സന്തോഷമല്ലേ? ഇപ്രാവശ്യം പയർ, പടവലം, മുളക്, കുമ്പളം, ചേന, ചെറുതാണെങ്കിലും കോളിഫ്ലവർ, കേബേജ് അങ്ങനെ നല്ല രീതിയിൽ തന്നെ വിളവ് കിട്ടുകയും വിൽക്കുവാനും കഴിഞ്ഞു. ഒരാവേശത്തിൽ എടുത്തു ചാടേണ്ട ഒന്നല്ല കൃഷി. മണ്ണ്, സൂര്യപ്രകാശം, വെള്ളം ഇതറിഞ്ഞു വേണം നമ്മൾ കൃഷി ചെയ്യാൻ. ഇത് മൂന്നും നല്ലതുപോലെ കിട്ടിയാൽ മാത്രമേ കൃഷി വിജയിക്കുകയുള്ളൂ. മണ്ണ് നല്ലതുപോലെ ഇളക്കി കുമ്മായമൊക്കെ ഇട്ട് തടമൊരുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അങ്ങനെ കുറച്ച് ദിവസം വെക്കണം. അപ്പോഴേ മണ്ണിൻ്റെ pH ലെവൽ ശരിയാവുകയുള്ളൂ. പിന്നീട് മണ്ണിൽ കരിയില കത്തിക്കുകയോ വെണ്ണീർ വിതറുകയോ ചെയ്യാം. അതിനുശേഷം മണ്ണിളക്കി ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് ഇവയെല്ലാം ഇട്ട് മിക്സ് ചെയ്യണം. നല്ലവണ്ണം നനയ്ക്കുകൂടി ചെയ്താൽ നമ്മുടെ പച്ചക്കറിയോ വിത്തോ നടാനുള്ള തടമായി. ഇനി ഇതിലേക്ക് വിത്ത്, തൈകൾ ഇവ നട്ട് സ്പ്രേ ആയി വേണം വെള്ളം കൊടുക്കാൻ. അല്ലാതെ ഓസ് വെച്ച് ഇപ്പോൾ നനച്ചാൽ ചെടി ഒടിയാനും വിത്ത് ശരിയായ രീതിയിൽ മുള വരാനും സാധിക്കില്ല. ഓരോ സീസണിൽ ഓരോ പച്ചക്കറി എന്ന രീതിയിലാണ് നടേണ്ടത്. നവംബർ, ഡിസംബർ മാസങ്ങളിൽ പടവലം, പയർ, കോളിഫ്ലവർ, കേബേജ്, പീച്ചിങ്ങ ഇവയൊക്കെ നടാവുന്നതാണ്. ഫെബ്രുവരി ലാസ്റ്റ് ആകുമ്പോഴേക്കും ഈ പച്ചക്കറികളുടെ വിളവെടുപ്പ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വെള്ളരി, കയ്പയ്ക്ക തുടങ്ങിയ പച്ചക്കറികളും നടാം. ഏപ്രിൽ ആകുമ്പോഴേക്കും പറിക്കാനാവും ഇത്. വെള്ളരി നട്ടിട്ട് ഇപ്പോൾ അത് കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ കാഴ്ച ഒന്ന് കാണാം കേട്ടോ നമുക്ക്.